ഒരു പ്രസംഗത്തിന് പോയാൽ, ഒരു പരിപാടിക്ക് പോയാൽ അവിടെ നമുക്ക് പ്രസംഗത്തിന് മോട്ടിവേഷൻ, നമുക്ക് പ്രസംഗിക്കാൻ ഒരു ആവേശം കിട്ടുന്നതിൻ്റെ ഒരാനന്ദമാണ് വേണ്ടത്. പക്ഷേ ഇവിടെ റുയൽ സിംഗിൻ്റെ പ്രവർത്തനങ്ങളും ഇവിടെ നിങ്ങളുടെ മുഖങ്ങളും നിങ്ങളുടെ പാട്ടുകളും ഒക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട്, ഉള്ളുകൊണ്ട് ഇങ്ങനെ കരയുകയായിരുന്നു ഞാൻ. മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്ന്, ആഴങ്ങൾ എന്തെന്ന് പഠിക്കണമെങ്കിൽ ഇത്തരം സർവകലാശാലകളിൽ തന്നെ വരണം. ഏത് കാംബ്രിഡ്ജിൽ പോയിട്ട് പഠിച്ചതിനേക്കാളുമുള്ള അറിവ് നമുക്ക് ലഭിക്കുക ഇത്തരം ഇടങ്ങളിലെത്തുമ്പോഴാണ്. ഇവരും മനുഷ്യരാണ്, നമ്മളും മനുഷ്യരാണ്. ഡൊണാൾഡ് ട്രംപും കമല ഹാരിസും നരേന്ദ്രമോദിയും എല്ലാം ജനിച്ചത് മനുഷ്യരായിട്ടാണ്. ആ മനുഷ്യൻ്റെ പല വിധത്തിലുള്ള അവസ്ഥകളുണ്ട്, പല വിധത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുണ്ട്, ഇടർച്ചകളുണ്ട്, തകർച്ചകളുണ്ട്, കയറ്റമുണ്ട്, ഇറക്കമുണ്ട്. കുണ്ടുകുന്നോടിടപെടുമീ വഴിയിൽ സ്ഖലിച്ചിടായ്വാൻ തടയുക ധൃതി പൂണ്ട്. ആശ്രമം വിട്ട് ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന ശകുന്തളയെ കരയുന്നു. കരയുമ്പോൾ ശകുന്തളയുടെ വളർത്തുപിതാവായിരിക്കുന്ന കണ്വ മഹർഷി അവളോട് പറയുന്ന വാക്കാണിത്: ജീവിതം കുണ്ടുകുന്നോട് നിമ്നോന്നതങ്ങളാണ്, ഉയർച്ചകളും താഴ്ചകളുമൊക്കെ ഉള്ളതാണ്. ആ ഉയർച്ചയും താഴ്ചയുമുള്ള വഴിയിൽ സമചിത്തതയോടുകൂടിയിട്ട് മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തിയാണ് മനുഷ്യത്വമെന്ന് പറയുന്നത്, വ്യക്തിത്വമെന്ന് പറയുന്നത്. ആ ഇച്ഛാശക്തിയിൽ മുന്നോട്ട് പോകണം. അപ്പോൾ കയറ്റങ്ങൾ മാത്രം കണ്ടാൽ പോരാ, ഇറക്കവും കാണണം. ഞാൻ MA പഠിക്കുമ്പോൾ എൻ്റെ സഹപാഠികളും അന്നത്തെ അധ്യാപകരുമെല്ലാം ഒരു വലിയ സംഗമം ഇന്ന് തലശ്ശേരിയിൽ നടത്തുകയാണ്. ആ പരിപാടിയിൽ ഞാനതിൽ പ്രധാനമായി പങ്കെടുക്കേണ്ട ഒരാളായിരുന്നു. പക്ഷേ ആ പരിപാടിക്ക് മുന്നേ തന്നെ ഞാൻ ഇവിടെ വരാമെന്ന് ഏറ്റുപോയി. എനിക്കൊരു ഫോൺ കോൾ മതിയായിരുന്നു, മറ്റൊരു പരിപാടിയുണ്ട് അതുകൊണ്ട് ഇന്ന് എത്താൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ മറ്റേത് ഒരു സ്കൂളിൻ്റെ പരിപാടിയോ പഞ്ചായത്തിൻ്റെ പരിപാടിയോ ഏതായിരുന്നുവെങ്കിലും ഞാനിന്ന് ഇത് ഒഴിവാക്കി ഞാനിന്ന് തലശ്ശേരിയിലാണ് ഉണ്ടാവുക. പക്ഷെ നിങ്ങളോട്, ഇവിടെയുള്ള സംഘാടകരോട് അത് പറയാൻ എനിക്ക് മനസ്സ് വന്നില്ല. കാരണം അതെൻ്റെ മനസാക്ഷിക്ക് വലിയ മുറിവേൽപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ ആ വലിയ പരിപാടി ഒഴിവാക്കിയിട്ട് ഇന്നിവിടെ രാവിലെ തന്നെ എത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം യാദൃച്ഛിക സംഭവങ്ങളാൽ രൂപപ്പെടുന്നതാണ്. നേരത്തെ ഇങ്ങനെ ആവണമെന്ന് ആരെങ്കിലും നിശ്ചയിച്ചോ? അങ്ങനെ നിശ്ചയിക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ആദ്യം കൊടുക്കേണ്ട അടി അയാൾക്കാ. പാവപ്പെട്ട ഒന്നും നിഷ്കളങ്കരായിരിക്കുന്ന മനുഷ്യർക്ക് കഷ്ടപ്പാടും എന്നാൽ ദുഷ്ടതയും ചതിയും അഭ്യസൂയയും എല്ലാമുള്ള മനുഷ്യർക്ക് പരമസുഖവും കൊടുക്കുന്ന വിധിയുണ്ടല്ലോ. അങ്ങനെ ഒരു വിധിക്കാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ ക്രൂരനായ മനുഷ്യൻ. അങ്ങനെ വിധിക്കാനൊന്നും ആരുമില്ല ഈ ലോകത്ത്. ഈ ലോകം യാദൃച്ഛിക സംഭവങ്ങളിൽ രൂപപ്പെട്ടു പോകുന്നതാണ്. പ്രകൃതിക്ക് അങ്ങനെ ഒരാളെ ശിക്ഷിക്കണമെന്ന്, ഒരാളെ രക്ഷിക്കണമെന്ന ബോധപൂർവമായ ഇടപെടൽ നടത്താൻ ഒരു കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിക്കുന്നൊരു ബുദ്ധിയൊന്നും പ്രകൃതിക്കില്ല. ഉണ്ടാകുമായിരുന്നുവെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഏറ്റവും നന്നായി പണിയെടുക്കുന്ന ഒരു വിദ്യാലയവും അതിലെ കുട്ടികളും അവിടുത്തെ അധ്യാപകരെയും ഒരുമിച്ച് ആ പ്രകൃതി ഒഴുക്കി കൊണ്ടുപോകുമായിരുന്നോ? വയനാട്ടിൽ മുണ്ടക്കൈയിൽ നടന്ന ദുരന്തത്തിൽ മരിച്ചുപോയ കൂടുതൽ കുട്ടികളും പഠിക്കുന്ന വിദ്യാലയം ഒഴുകിപ്പോയല്ലോ. ഒരു ബിൽഡിംഗ് ഒഴിച്ച് ബാക്കിയെല്ലാം ഒഴുകിപ്പോയി. ആ വിദ്യാലയം പരിസ്ഥിതി സംരക്ഷണത്തിന്, പ്രകൃതിയെ സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നതാണ്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണുകയും ഇടപെടുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു വിധാതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ സ്കൂളിനെയും ആ കുട്ടികളെയും ഒഴിവാക്കാൻ കഴിഞ്ഞോ? ഇല്ല. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് യാദൃച്ഛിക സംഭവങ്ങളാൽ രൂപപ്പെടുന്നതാണ്. ഒരു കാറ്റടിക്കുമ്പോൾ ചക്കയുള്ള പ്ലാവ് പൊട്ടിപ്പോവുകയും ചക്കയില്ലാത്ത പ്ലാവ് പൊട്ടാതെ നിൽക്കുകയും ചെയ്യുന്നത് യാദൃച്ഛികതയാണ്. ബോധപൂർവം
വിധാതാവിന് പറ്റിയ അബദ്ധമല്ല അത്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഈ പരക്കം പാച്ചനുകളുടെ ഇടയിൽ കുറേ ആളുകൾ അവഗണിക്കപ്പെടുകയും കുറേ ആളുകൾ രോഗികളാവുകയും കുറേ ആളുകൾ ആരോരുമില്ലാതാവുകയും ചെയ്യുന്നു. ചില ആളുകൾ മുന്നോട്ട് പോകുന്നു. അതൊന്നും തന്നെ മുൻജന്മ പാപമോ മുജ്ജന്മ സുഹൃതമോ ഒന്നുമല്ല. മുജ്ജന്മ പാപമല്ല, മുജ്ജന്മ സുഹൃതവുമല്ല. ഇത് യാദൃച്ഛികതയാണ്. യാദൃച്ഛികമായിട്ട് നമുക്ക് എന്തെല്ലാം അബദ്ധങ്ങൾ പറ്റാറുണ്ട്, എന്തെല്ലാം നല്ല നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു ചക്ക വീഴുമ്പോൾ അതിനടിയിൽ ഒരു മുയൽ പെട്ടുപോയാൽ എല്ലാ ചക്കയുടെയും അടിയിൽ മുയലിനെ കിട്ടണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടമുണ്ടായാൽ ആ നേട്ടങ്ങൾ ഭാഗ്യത്തെ അന്വേഷിച്ച് നടന്നിട്ട് മുന്നോട്ട് പോകാനല്ല മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത്. അവിടെയാണ് റുയൽ സിംഗിൻ്റെ ജീവിതം ഒരു മാതൃകയാവുന്നത്. എന്താണ് റുയൽ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? ഈ സ്ഥാപനം സമുദ്രതീരം സംഘടിപ്പിച്ച് സുനാമി തിരമാലകളും ശാന്തമായ അലകളുമെല്ലാം കടന്നു വരുന്ന ഈ സമുദ്രത്തിൻ്റെ തീരമുണ്ട്. ആ സമുദ്രത്തിൽ നിന്നിങ്ങോട്ട് ആഗോലിയും അയക്കൂറിയും വരാറുണ്ട്, സുനാമിയുടെ തിരമാലകളും വരാറുണ്ട്, അവിടെ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാവാറുണ്ട്. അതിന് എല്ലാം ആ കാറ്റിൽ ആഴിയും കാറ്റും അല്ലേ ഒക്കെ ഭവാബ്ധിക്കൊരാവി വൻ തോണിയായിട്ടൊരാൾ വരികയാണ്. ഭവമായിരിക്കുന്ന ഈ ജീവിതമാകുന്ന സമുദ്രത്തിൽ ഒരാവി വൻ തോണി എന്ന് പറഞ്ഞാൽ കപ്പലാണ്. ആവി വൻ തോണി ആവിക്കപ്പലാണ്. ഇത്രയും ആളുകളെ കാറ്റിനനുസരിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ടൊരു തീരത്തടുപ്പിക്കുന്ന ഒരാൾ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പേര് ഹീബ്രു ഭാഷയിൽ റുവൽ എന്ന വാക്കിനർത്ഥം ഫ്രണ്ട് ഓഫ് ഗോഡ് എന്നാണ്. റുവൽ എന്ന വാക്കിനർത്ഥം ഫ്രണ്ട് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സുഹൃത്ത് എന്നാണ്. ആരാണ് ദൈവത്തിൻ്റെ സുഹൃത്ത്? ആരാണ് ദൈവത്തിൻ്റെ ലിസ്റ്റിലുള്ളവൻ? ആദാമിൻ്റെ മകൻ അബുവിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പഠിച്ചൊരു കഥയുണ്ട്. ആദാമിൻ്റെ മകൻ അബു എല്ലാ പണിയും എടുത്ത് തളർന്ന് വീട്ടിൽ വന്ന് കിടക്കും. ഈ തളർച്ചയാണ് മനുഷ്യൻ്റെ കരുത്തെന്നറിയുന്നത്. മനുഷ്യൻ എപ്പോഴാണ് കരുത്തനാവുന്നത്? പണിയെടുത്ത് തളരുമ്പോഴാണ് മനുഷ്യൻ കരുത്തനാവുന്നത്. എപ്പോഴാണ് നല്ല സുഖമായ ഉറക്കമുണ്ടാവുന്നത്? മൃഷ്ടാന്നം ഭക്ഷണവും കഴിച്ചിട്ട് ഒരു പണിയെടുക്കാതെ കിടന്നുറങ്ങുന്നവൻ്റെ ഉറക്കം സുഖമായ ഉറക്കമല്ല. എല്ലാ പണിയും കഴിഞ്ഞിട്ട് തളർന്നുറങ്ങുന്ന ഉറക്കമാണ് സുഖമായ ഉറക്കം. ആദാമിൻ്റെ മകൻ അബു അങ്ങനെ തളർന്നുറങ്ങുകയായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ മാലാഖയുടെ കയ്യിൽ ഒരു ലിസ്റ്റ് അബുവിൻ്റെ ശ്രദ്ധയപ്പെടുത്തി. എന്താണ് ആ ലിസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ മാലാഖ പറഞ്ഞു, ഇത് ദൈവം ഇഷ്ടപ്പെടുന്നവരുടെ ആളുകളുടെ പേരാണ് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അബു ദൈവം ഇഷ്ടപ്പെടുന്നവരുടെ ആളുകളുടെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടോ എന്ന് ചോദിച്ചില്ല. പകരം മറ്റൊരു ലിസ്റ്റുണ്ടോ എന്ന് ചോദിച്ചു അബു. ഏത് ലിസ്റ്റാണ്? ദൈവത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റുണ്ടോ കയ്യിൽ? ഇല്ല. മലക്ക് മറുപടി പറഞ്ഞു, എങ്കിൽ അങ്ങനെ ഒരു ലിസ്റ്റിൽ എൻ്റെ പേര് കൂടി ചേർക്കണേ. ദൈവത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെ പേര് കൂടി ചേർക്കണേ എന്നഭ്യർത്ഥിച്ചു അബു. സ്വപ്നം കഴിഞ്ഞു. അബു ഉറക്കഞ്ഞെട്ടി. മലക്ക് അപ്രത്യക്ഷമായി. പിറ്റേ ദിവസവും അബു തൻ്റെ ജോലി തുടർന്നുകൊണ്ടിരുന്നു. ഒരുപാട് ആളുകളെ സഹായിച്ചു. തനിക്ക് ജീവിക്കാൻ ആവശ്യമായ വരുമാനമുണ്ടാക്കാനുള്ള ജോലിയൊക്കെ ചെയ്തു. അന്ന് രാത്രിയും അബുവിൻ്റെ മുന്നിലൊരു മലക്ക് പ്രത്യക്ഷപ്പെട്ടു. ആ മലക്കിൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റ് അബു ചോദിച്ചു, ദൈവത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റാണോ ഇത്? അപ്പോൾ മലക്ക് പറഞ്ഞു, അല്ല. പിന്നെ ഏതാണ്? ഇന്നലത്തെ പോലെ തന്നെ ലിസ്റ്റാണ്, ദൈവം ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റാണ്. എന്നിട്ട് ആ മലക്ക് ആ ലിസ്റ്റിൽ ആദ്യത്തെ പേര് വായിച്ചു. അത് ആദാമിൻ്റെ മകൻ അബു എന്നായിരുന്നു. ദൈവത്തെ ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റിൽ പെടുന്നവർക്ക് മാത്രമേ ദൈവം ഇഷ്ടപ്പെടുന്നവരുടെ ലിസ്റ്റിൽ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അതാണ് ഈ കഥയുടെ സന്ദേശം.
എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ഇഷ്ടപ്പെടുന്നത്? സ്വന്തം മുന്നിലിരിക്കുന്ന മനുഷ്യൻ്റെ കണ്ണുകളിലെ ദൈന്യതയും ആർദ്രതയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആർദ്രതയും കാണാൻ പറ്റാതെ അരൂപിയാകുന്ന ഈശ്വരനെ ഇഷ്ടപ്പെടാൻ പരിശ്രമിക്കുന്ന വിഡ്ഢികളായിട്ട് നമ്മുടെ ലോകം വളർന്നുകൊണ്ടിരിക്കുക. അരൂപിയായിരിക്കുന്ന ദൈവം, അങ്ങനെ ഒരു ദൈവം എവിടെയാണുള്ളത്? ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലീശ്വരൻ ഇവിടെയുമില്ലീശ്വരൻ, എവിടാണെൻ്റെ ഈശ്വരൻ്റെ വാസം. അല്ലേ? നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഒരു തീർത്ഥയാത്രയാണ്. എവിടത്തേക്ക്? തീർത്ഥയാത്രകൾ അമ്പലങ്ങളിലേക്കല്ല. തീർത്ഥമെന്ന് പറയുന്നത് ശുദ്ധജലമെന്നാണ്. നന്മയിലേക്കുള്ള യാത്രയാണ് തീർത്ഥയാത്ര. നിങ്ങൾ ഏത് അമർനാഥ് ഗുഹയിലും ഏത് കാശി രാമേശ്വരത്തിലും ഏത് കൊട്ടിയൂരിലും ഏത് മുഴക്കുന്ന് മൃദംഗശൈലീശ്വരിയിലും പറശ്ശിക്കടവിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുമെല്ലാം അവിടെയൊന്നും നന്മയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ കണ്ടത് ഏറ്റവും തിന്മയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ഞാൻ കണ്ടത് കന്യാകുമാരിയാണ്. കന്യാകുമാരി തീർത്ഥാടന കേന്ദ്രത്തിൽ പോയപ്പോൾ അവിടുത്തെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടുത്തെ ആളുകളുണ്ടല്ലോ, ക്യൂ നിയന്ത്രിക്കുന്ന ആളുകൾ രാക്ഷസന്മാരുടെ പ്രതീതികളാണ്. മാറടാ, അങ്ങോട്ടോടറാ, ഇങ്ങോട്ടോടറാ, പേടിപ്പിക്കുന്ന, അട്ടഹസിക്കുന്ന, അലറുന്നതാണ്. ശാന്തത, ശാന്തി, ശാന്തി, ശാന്തി എന്നതല്ലേ ഭാരതത്തിൻ്റെ മന്ത്രം. എപ്പോഴാണ് ശാന്തി ഉണ്ടാവുന്നത്? ശാന്തി ഇല്ലെങ്കിൽ എത്ര പൈസ ഉണ്ടായിട്ടെന്താ? എത്ര പൈസ ഉണ്ടായിട്ടെന്താ? എത്ര കൊട്ടാരം ഉണ്ടാക്കിയിട്ടെന്താ? കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചു കുടിൽക്കത്രേ നിദ്രാസുഖം. കൊട്ടാരത്തിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങുമോ? ഇല്ല, എപ്പോഴും ടെൻഷനാണ്. എന്നാൽ പാതയോരത്ത് കിടന്നുറങ്ങുന്നവരെ കണ്ടിട്ടുണ്ടോ? കുഞ്ഞുണ്ണി മാഷ് ഒരു വരിയുണ്ട്: ഉടുത്ത മുണ്ടഴിച്ചങ്ങ് പുതച്ചങ്ങ് കിടക്കുകിൽ മരിച്ചങ്ങ് കിടക്കുന്ന സുഖമുണ്ടിടാം. ഉടുത്ത മുണ്ടഴിച്ച് പുതച്ച് കിടക്കുമ്പോൾ ഉള്ള പ്രത്യേകത, ഉടുത്ത മുണ്ടിന് നല്ല ചൂടുണ്ടാവും. അപ്പോൾ പുതക്കുമ്പോൾ തന്നെ ചൂടുണ്ടാവും. സാധാരണ നമ്മൾ ഏത് നല്ല പുതപ്പാണെങ്കിലും പുതക്കുമ്പോൾ പുതപ്പിനൊരു തണുപ്പായിരിക്കും. ഇനി ഈ പുതപ്പിന് ചൂട് പിടിക്കണം, നമ്മുടെ ചൂട് കൊണ്ട് പുതപ്പിന് ചൂട് പിടിക്കണം. ആ ചൂട് പിടിക്കുമ്പോഴേക്കും നമ്മൾ ഉറങ്ങിക്കഴിയും. പിന്നെ അതിന് ചൂടുണ്ടായിട്ടെന്താ, ചൂടില്ലാഞ്ഞിട്ടെന്താ? പുതക്കുമ്പോൾ ചൂടുള്ളതാണ് ഉടുത്തമുണ്ട്. ആ ഉടുത്തമുണ്ട് അഴിച്ച് പുതച്ച് കിടക്കുമ്പോൾ തലക്കിറുക്കുമ്പോൾ കാലുമലളവും, കാലുമലറുക്കുമ്പോൾ തലക്കളവും. അപ്പോൾ പുതപ്പ് ചവിട്ടി വലിച്ചു വെക്കും. പുതപ്പെന്താ, എലാസ്റ്റിക് ആണോ? നീളം കൂടാൻ നീളം കൂടില്ല. അപ്പോൾ അവസാനം നമ്മൾ പുതപ്പിൻ്റെ മുമ്പ് തൂക്കും. മനുഷ്യൻ അത്രയേ ഉള്ളൂ. ഏത് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയാലും ഏത് MLA ആയാലും പുതപ്പിനോട് തോറ്റുപോകും. പുതപ്പിന് കണക്കായിട്ട് നമ്മൾ നീളം കുറയും. ടാന്നെഴുതിയ പോലെ കിടക്കും. ചുരുണ്ടുകൂടി അതിനകത്ത് കിടന്നുറങ്ങുമ്പോഴുണ്ടാകുന്ന സൗഖ്യമില്ലെങ്കിൽ എത്ര പണവും എത്ര ബിരിയാണിയും എത്ര നെയ്ച്ചോറും എത്ര അൽഫാമും ഉണ്ടായിട്ട് എന്താ കാര്യം? സമാധാനമാണ് പ്രധാനം, ശാന്തിയാണ്. മഹാഭാരതത്തിലെ പർവങ്ങൾ, യുദ്ധപർവമുണ്ട്, ഭീഷ്മപർവമുണ്ട്, ഒരുപാട് വലിയ വലിയ പർവങ്ങളുണ്ട്. അവസാനം ശാന്തി പർവത്തിലാണ് എത്തുന്നത്. കുരുക്ഷേത്ര യുദ്ധം നടന്നിട്ടെന്ത് കാര്യം? ശാന്തി പർവത്തിലേക്കാണ് നീളുന്നത്. ശാന്തി എങ്ങനെ കിട്ടും? ശാന്തി മന്ത്രം തുടങ്ങുന്നത് ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹി തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹി. സഹ, ഒരുമിച്ചുള്ളവരെ കാണാൻ കഴിയുന്നില്ല, പിന്നെ ഒരു ശാന്തിയും ഉണ്ടാവില്ല. ഉള്ളൂരസ് പരമേശ്വരയ്യർ പറയുന്നൊരു വരിയുണ്ട്: തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിലമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്ത് ചാരിതാർത്ഥ്യം. താൻ കൈപിടിച്ചുയർത്തേണ്ട എത്രയോ ആളുകൾ രോഗത്തിൻ്റെ, പട്ടിണിയുടെ, ദാരിദ്ര്യത്തിൻ്റെ, അജ്ഞതയുടെ ചെളിക്കുണ്ടിൽ ആണ്ട് കിടക്കുമ്പോൾ താൻ ഒറ്റയ്ക്ക് തപസ്സു ചെയ്തിട്ട് മോക്ഷം കിട്ടുമെന്ന്, മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ആ തപോനിധിക്ക് എന്ത് ചാരിതാർത്ഥ്യമാണ് ഉണ്ടാവുക? മരിച്ചു കഴിഞ്ഞിട്ട് മോക്ഷമുണ്ടാകാനോ? ഈ ജീവിതത്തിൽ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ, സഹപ്രവർത്തകർ ഒന്നും ചെയ്യാതെ മരിച്ചിട്ട് മോക്ഷം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് മോക്ഷം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ
ഒരാളെയും സഹായിക്കാതെ ഒരു നന്മയും ചെയ്യാതെ സമൂഹത്തെ മൊത്തം വെറുത്തിട്ട് ഭസ്മവും പൂശി ചന്ദനവും പൂശിയിട്ട് അമ്പലത്തിൽ പോയി മാത്രം പ്രാർത്ഥിച്ചിട്ട് കാലിൻ്റെ മടമ്പ് കൊണ്ടുപോയിട്ട് കാലിൻ്റെ കുറവുമ്പിൽ വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് തപസ് ചെയ്താൽ അങ്ങ് മോക്ഷം കിട്ടുമെന്ന് പറയുന്ന ആ മോക്ഷം കൊടുക്കുന്ന ദൈവത്തെ കണ്ട വെടിവെച്ച് കൊല്ലണം. അങ്ങനെയുണ്ടോ ഒരു ദൈവം? ഒരു ഉപകാരവും ചെയ്യാതെ വെറും മന്ത്രവും ചൊല്ലി നടന്ന മനുഷ്യർക്ക് മാത്രം മോക്ഷം കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ ദൈവത്തെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ആർക്കാണ് മോക്ഷം? സമാധാനമാണ് മോക്ഷം, ശാന്തിയാണ് മോക്ഷം. ആ മോക്ഷം കിട്ടുന്ന ആർക്കാ? മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ സഹായിക്കുമ്പോൾ ആണ് നമ്മൾ ഫ്രണ്ട് ഓഫ് ഗോഡ് ആവുന്നത്. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായിരിക്കുന്ന റൂൽ എന്ന വാക്ക്. അങ്ങനെയാവുമ്പോ സമദൃഷ്ടി വേണ്ടേ? സമദൃഷ്ടി വേണം. അപ്പോ സന്തുഷ്ടചിത്തരായ പോരാ, സമദൃഷ്ടികളാവണം. എല്ലാറ്റിനെയും ഒരുപോലെ കാണണം. ബഹുജന്തുക്കളിൽ ദ്വേഷഹീന മനസ്കർ, ഒരു ജന്തുവിനോടും വിദ്വേഷമില്ലാത്ത മനസ്സ്. വെറുപ്പല്ല. ദൈവവിശ്വാസം എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് ദൈവത്തിന്റെ പേരിൽ അടിയും കലാപവും കുഴപ്പവും മുഴുവൻ ഒരു പിടിത്ത. ദൈവവിശ്വാസം വെറുക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, സ്നേഹിക്കാനാണ്. ദൈവവിശ്വാസം എന്തിനാ? സ്നേഹിക്കാനാണ്, സഹായിക്കാനാണ്, ത്യാഗം ചെയ്യാനാണ്. അപ്പൊ ഒരു ജന്തുവിനോടും വിദ്വേഷഹീന മനസ്കരായി, ശാന്തരായി. ശാന്തിയാണ് സന്തതം ശാന്തിയെ കാമസുരഭികൾ, ശാന്തിയിലേക്ക് പോകും. അപ്പൊ ശാന്തരായിട്ട് നിന്നെ ഭജിക്കുന്നവരുടെ ഹൃദയമാണ് രാമ നിനക്ക് സുഖവാസ മന്ദിരം. അപ്പൊ നിന്ന് എല്ലാവരും വീട്ടിൽ പോയിട്ട് ഒരു കടലാസ് എടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ രാമനുണ്ടോ, ഇരിക്കാൻ പറ്റിയ ഇടമാണോ എന്ന് കണ്ടെത്താൻ താഴെ പറയുന്ന ലിസ്റ്റ് ഉണ്ടാക്കുക. ഒന്ന്, സന്തുഷ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് സ്വയം തിരിച്ചറിയും. എനിക്ക് എന്റെ കാറ് 5 ആള് പോകുന്ന കാറായി പോയല്ലോ, അപ്പുറത്തെ വീട്ടിലെ കാറ് 7 ആള് പോകുന്ന കാറുണ്ടല്ലോ എന്ന് ചിന്തയുണ്ടെങ്കിൽ രാമനില്ല ഉള്ളിൽ. മനസ്സിലായോ? രാമനില്ല. സന്തുഷ്ടി. 2, സമദൃഷ്ടി. ഓ നായര, ഓ തീയന, ഓ മാപ്പിളയാ, ഓ ക്രിസ്ത്യാനിയ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുക. സമദൃഷ്ടി. 3, ഒരു ജന്തുവിനോടും വിദ്വേഷമില്ലാത്ത അവസ്ഥ. രാമായണം വായിച്ചു കഴിയുമ്പോഴേക്ക് നിങ്ങൾ 2 ലിസ്റ്റ് ഉണ്ടാക്കണം. എന്താ 2 ലിസ്റ്റ്? 1, എന്നെ വെറുക്കുന്നവരുടെ ലിസ്റ്റ്. എന്നോട് ആർക്കെല്ലാം വെറുപ്പുണ്ട് ഏതാണ്ട് കണക്കൂട്ട്, ഏതാണ്ട് അറിയാലോ എന്നോട് ആരെല്ലാം. 2, നിങ്ങൾക്ക് വെറുപ്പുള്ളവരുടെ ലിസ്റ്റ്. അപ്പൊ നിങ്ങളെ വെറുക്കുന്നവരുടെ ലിസ്റ്റ് സ്വയം ഇല്ലാതാക്കാനുള്ള സൂത്രം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ വെറുക്കുന്നവരുടെ ലിസ്റ്റ് കട്ട് ചെയ്യുക. ഓരോ ആളും നിങ്ങൾ വെറുക്കുന്നവരോട് പോയിട്ട് ലോക്യം പറയാ. ആ വെറുപ്പ് ഒറ്റ ചിരിക്ക് തീരുന്നതേ ഉള്ളൂ നമ്മുടെ വെറുപ്പ്. നിങ്ങൾ വെറുക്കുന്നവരുടെ ലിസ്റ്റ് ഓരോന്നോരോന്നായി കുറച്ച് വരുമ്പോ നിങ്ങൾ വെറുക്കുന്നവരുടെ ലിസ്റ്റ് കുറക്കുമ്പോ നിങ്ങളെ വെറുക്കുന്നവരുടെ ലിസ്റ്റും കുറഞ്ഞു വരും. അപ്പോ ഒരു ജന്തുവിനോടും വിദ്വേഷമില്ലാത്ത മനസ്സുണ്ടാകും. മനസ്സിലായി? അതാണ്. അങ്ങനെ ശാന്തരായിട്ട്, ശാന്തി ഉണ്ടോ നിങ്ങളുടെ ഉള്ളിൽ? ഇത്രയും കാര്യങ്ങൾ ടിക്കിട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ ആരുണ്ട്? മനസ്സിലായോ? ആ രാമനെയാണ് നിങ്ങൾ തൊഴുമ്പോ കയ്യിലെ പ്രധാനപ്പെട്ട വിരൽ ഇങ്ങോട്ട് ചൂണ്ടുന്ന. മനസ്സിലായോ? ആ രാമനെയാണ് നിങ്ങൾ ചൂണ്ടുന്നത്. ഇവിടെയാണ് മനഃകൃതം കൃതം രാമ. ഇവിടെയാണ് രാമൻ ഉള്ളത്. ആ രാമനെ വളർത്തണമെങ്കിൽ ഇവിടെ വെളിച്ചം നിറക്കണം. ആ വെളിച്ചം നിറക്കാനാണ് രാജോച്ചാരണ മാത്രേണ പുനഃപ്രവേശ വീര്യാജ അകാരച്ചകവാടവി എന്ന് പറയുന്നത്. സ്ത്രീയെ രമിപ്പിക്കുന്ന രാമ, ഐശ്വര്യത്തെ പ്രചോദിപ്പിക്കുന്ന രാമ, ആ രാമനാവണം. അതിലൂടെ വിഷ്ണു. എന്താ വിഷ്ണു എന്ന് പറഞ്ഞാൽ അറിയാവോ? ആർക്കും അറിയില്ലല്ലോ വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം. ജിഷ്ണുവും വിഷ്ണുവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ വിഷ്ണു എന്താന്ന് മനസ്സിലാവും. ജിഷ്ണു എന്ന് പറഞ്ഞാൽ ജയം ആഗ്രഹിക്കുന്നവൻ ജിഷ്ണു, വിജയം ആഗ്രഹിക്കുന്നവൻ വിഷ്ണു. മനസ്സിലായോ? എന്താ ജയവും വിജയവും തമ്മിലുള്ള വ്യത്യാസം? ജയം എന്ന് പറഞ്ഞാൽ SLC എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി, അവൻ ജിഷ്ണു. എന്നാ എനിക്ക് A+ വേണം എന്ന് ആഗ്രഹിക്കുന്നവൻ വിഷ്ണു. വികാസവും വിജയവും ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന ദൈവം, അതാണ് വിഷ്ണു. സ്ഥിതികാരകൻ. നമ്മൾ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ വികസിക്കണം. പ്ലസ് വേണമെന്നർത്ഥം. A+. മനസ്സിലായോ? കൂട്ടണം എന്നർത്ഥം. ആ കൂട്ടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ മാനസികവും കരുത്ത് വളർത്തണം, അതുപോലെ അധ്വാന ശേഷിയും വളർത്തണം.
അപ്പൊ ഇന്ത്യ കണ്ട പ്ലസ് ആരാ? ഇന്ത്യയിലെ ഏറ്റവും നല്ല A+ മനുഷ്യൻ ആരാന്നറിയോ? ചിന്തയും അധ്വാനവും പ്രവൃത്തിയും ഒരുമിച്ച് കൂട്ടിച്ചേർത്തവൻ. അധ്വാനത്തെ ഇങ്ങനെ വരക്കാം, നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോ X ആക്സിസിൽ വരക്കാം. ചിന്തയെ ഇങ്ങനെയും വരക്കാം, Y ആക്സിസിൽ വരക്കാം. അപ്പോ അധ്വാനവും ചിന്തയും പ്രവൃത്തിയും ചിന്തയും കണക്ട് ചെയ്യുമ്പോഴാണ് പ്ലസ് ഉണ്ടാവുന്നത്. പ്ലസ് എന്ന ചിഹ്നത്തിന്റെ അർത്ഥം മനസ്സിലായോ? അങ്ങനെ പ്ലസ് ഉണ്ടാക്കിയവൻ ആരാ? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എന്തായി കരംചന്ദ് എന്ന് പറഞ്ഞാൽ? കർമ്മവും ചിന്തയും കണക്ട് ചെയ്ത ഗാന്ധി. ആ ഗാന്ധിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല രാമഭക്തൻ. മനസ്സിലായോ? ഇന്ത്യ കണ്ട ഏറ്റവും നല്ല രാമഭക്തൻ ആരെ കണ്ടാലും റാം റാം എന്ന് പറയും. ആ രാം ഏതാന്ന് മനസ്സിലായോ? ഉള്ളിൽ അന്ധകാരത്തെ പുറത്തു കളഞ്ഞിട്ട് വെളിച്ചം നിറക്കുന്ന, അതാണ് ഗാന്ധിയുടെ രാമൻ. ആ ഗാന്ധിയുടെ രാമനെ നിങ്ങൾ ഉപാസിക്കുക. ആ രാമനാണ്, അല്ലാതെ കലിപ്പനായിരിക്കുന്ന വിദ്വേഷമുള്ള രാമനെയാണ് ഇപ്പൊ പലരും ചിത്രങ്ങളിൽ വരയ്ക്കുന്നത്. അതല്ല, ശാന്തനായിരിക്കുന്ന രാമൻ. ശാന്തിയാണ് രാമായണ പാരായണത്തിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട നേട്ടം. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ രാമായണ പാരായണം കൊണ്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കേവലം 1.5 മണിക്കൂർ നേരമാണ്. ഞാൻ രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകുന്നേരം 7 മണി വരെ ആണ് രാമായണ പ്രഭാഷണം ഓരോ കൊല്ലവും നടത്താറ്. അതിന്റെ ഒരു രത്ന ചുരുക്കം മാത്രമാണ്. എനിക്ക് 12 മണിക്കൂറാണ് വേണ്ടത്. രാമായണം വികാസത്തിനും വിജയത്തിനും പ്രേരിപ്പിക്കുന്നവനാണ് വിഷ്ണു. അതാണ് വിഷ്ണു എന്ന്, അതാണ് സ്ഥിതി. അതായത് സൃഷ്ടി നടത്തി ബ്രഹ്മാവ്, ആ സൃഷ്ടിയിൽ തന്നെ നിൽക്കുന്നവരാണ് പക്ഷിമൃഗാദികൾ. പക്ഷിമൃഗാദികൾ സൃഷ്ടി പോലെ നിൽക്കുന്ന ആ ബ്രഹ്മാവിന്റെ, അല്ലെ? അതിൽ നന്മ കണക്ട് ചെയ്തതാണ് ആര്? ശിവൻ. കളകൂടത്തെ ഒഴിവാക്കി ജീവനെ നിലനിർത്തുന്ന നന്മയുണ്ടാക്കിയവൻ, അവനാണ് ശിവം എന്ന് പറഞ്ഞ നന്മ. അതിൽ വികാസം വളർച്ചയുണ്ടാക്കുന്നവൻ വിഷ്ണു. ഇതാണ് വിഷ്ണുവിന്റെ അർത്ഥം. അത്തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ രാമായണ പാരായണത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ നിങ്ങളോട് സംവദിക്കാൻ എന്നെ ക്ഷണിച്ചതിന് നിന്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു. സർവോപരി ഭക്ഷണമെല്ലാം പിന്നെ ആവാം എന്ന് പറഞ്ഞ് ഇത്ര നേരം എന്റെ മുന്നിൽ ഇരുന്ന് കേട്ട വിശപ്പിനല്ല, ഒരു മനസ്സാണ്, ശരീരമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ ഇത്ര നേരം ഇരുന്ന് തിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം ചുരുക്കുന്നു.